നമസ്കാരം പ്രിയപ്പെട്ടവരെ. JG-BILS എന്ന എൻട്രൻസ് എക്സാമിനെ കുറിച്ചാണ് ഈ വീഡിയോ. ജോയിൻറ്റ് ഗ്രാജുവേറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ ഫോർ ബയോളജി ആൻഡ് ഇൻ്റർഡിസിപ്ലിനറി ലൈഫ് സയൻസ്, അതാണ് JG-BILS. ഡിഗ്രി തലത്തിൽ സയൻസ് പഠിച്ചവർക്കാണ് ഈ എൻട്രൻസ് പരീക്ഷ എഴുതാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ എൻട്രൻസ് പരീക്ഷയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഒക്ടോബർ 10, അതായത് ഡിഗ്രി ലാസ്റ്റ് ഇയർ ഒക്കെ പഠിക്കുന്നവർക്കും ഈ പരീക്ഷയിലേക്ക് അപേക്ഷിക്കും. ഒക്ടോബർ 19 ലാസ്റ്റ് ഡേറ്റ്. ഡിസംബർ 14 എക്സാം. അതായത് അടുത്ത വർഷം ഓഗസ്റ്റിൽ തുടങ്ങുന്ന കോഴ്സുകൾക്കാണ് ഇപ്പോൾ എൻട്രൻസിന് ക്ഷണിച്ചിരിക്കുന്നത്. നമ്മൾ എത്ര പേര്, മലയാളികളൊക്കെ എത്ര പേര് ഈ എൻട്രൻസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്? അല്ലെങ്കിൽ എഴുതുന്നവരൊക്കെ വളരെ കുറവാണ്. വളരെ കുറച്ച് കുട്ടികളാണ് മലയാളികളൊക്കെ പൊതുവെ ഇങ്ങനെയുള്ള ഇന്ത്യയിലെ ഒട്ടേറെ, അതായത് നിരവധി മികച്ച സ്ഥാപനങ്ങളിൽ MScയും PhDയും ഒക്കെ ചെയ്യാനുള്ള അവസരമാണ് ഈ എൻട്രൻസ് പരീക്ഷയിലൂടെ കിട്ടുന്നത്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ചാണ് ഈ എൻട്രൻസ് എക്സാം നടത്തുന്നത്. അവരുടെ തന്നെ ബോംബെ, ബാംഗ്ലൂർ, ഹൈദരാബാദ് ക്യാമ്പസുകളിലേക്ക് ഈ എൻട്രൻസ് വഴി നമുക്ക് പ്രവേശനം കിട്ടും. അപ്പോൾ ചില സ്ഥലത്ത് PhD ഉള്ളൂ, ചില സ്ഥലത്ത് ഇൻ്റഗ്രേറ്റഡ് PhD, ചില സ്ഥലത്ത് MSc പഠിക്കാൻ സാധിക്കും. അങ്ങനെയാണ് നിരവധി സ്ഥാപനങ്ങളുണ്ട് ഈ എൻട്രൻസിൽ പങ്കെടുക്കുന്നത്. അപ്പം നിങ്ങൾ ഏത് സ്ഥാപനത്തിലാണ് പ്രവേശനം ആഗ്രഹിക്കുന്നത് അതിലേക്ക് പ്രത്യേകം അപേക്ഷിക്കണം സമയമാകുമ്പോൾ. ഇപ്പോഴല്ല, അടുത്ത വർഷം ആ സമയത്ത് അവർ അപേക്ഷ ക്ഷണിക്കുമ്പോൾ നമ്മൾ അപേക്ഷിക്കണം. ഇതൊരു പ്രവേശന പരീക്ഷ മാത്രമാണ്. JG-BILS എന്നുള്ള പ്രവേശന പരീക്ഷയിൽ സ്കോർ വെച്ചിട്ട് ആ സ്ഥാപനങ്ങളാണ് അഡ്മിഷൻ നൽകുന്നത്. തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള 5 ഐസറുകളിലെ MSc കോഴ്സുകൾ, PhD കോഴ്സുകളിലേക്കും ഈ എൻട്രൻസ് വഴി നമുക്ക് പ്രവേശനം കിട്ടും. കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, ഈ മാത്സ് പഠിച്ചവർക്കും ഈ എൻട്രൻസ് എഴുതാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ വൈദ്യശാസ്ത്രത്തിലൊക്കെ നൊബേൽ സമ്മാനം കിട്ടുന്നത് നമ്മളുടെ ഒരു ധാരണ MBBS ഒക്കെ പഠിച്ച്, അതായത് ചികിത്സ ചെയ്യുന്ന ഡോക്ടേഴ്സിനാണ് എന്നുള്ളതാണ്. പക്ഷേ മിക്കവാറും അങ്ങനെ അല്ല കിട്ടുന്നത്. ഇതിൽ ഗവേഷണം നടത്തുന്ന, അതായത് മെഡിസിനിലൊക്കെ ഗവേഷണം നടത്തുന്നവർക്കാണ്, സയൻസ് വിഷയങ്ങളൊക്കെ പഠിച്ച് ഗവേഷണം നടത്തുന്നവർക്കാണ് ഈ നൊബേൽ പ്രൈസുകൾ കൂടുതലും കിട്ടുന്നത്. ഇപ്പം ബ്രെയിനെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ, അതായത് MBBS പഠിക്കാൻ സീറ്റ് കിട്ടിയിട്ടില്ല, പക്ഷേ തലച്ചോറിനെ കുറിച്ചൊക്കെ പഠിക്കാൻ ആഗ്രഹമുണ്ട്, അല്ലെ അതിലൊക്കെ ഗവേഷണം നടത്താൻ ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ നാഷണൽ ബ്രെയിൻ റിസർച്ച് സെൻറ്റർ മനേസർ, ഹരിയാനയിലുള്ള അവിടെ MSc ന്യൂറോ സയൻസിന് ഈ എൻട്രൻസ് വഴി നമുക്ക് പ്രവേശനം നേടാൻ സാധിക്കും. അത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് പഠിച്ച BScക്ക് മാത്സ് പഠിച്ചവർക്കും ഈ MSc കോഴ്സിലേക്ക് പ്രവേശനം. അതുപോലെ വെറ്റിനറി കോഴ്സ് പഠിച്ചവർക്ക്, ഫാർമസി, BSc നഴ്സിംഗ് ഒക്കെ പഠിച്ചവർക്കും ഈ കോഴ്സിലേക്ക്, ഇപ്പോൾ നിങ്ങൾക്ക് വേറെ ഒരു മേഖലയിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ എൻട്രൻസ് എഴുതാവുന്നതാണ്. നാഷണൽ ബ്രെയിൻ റിസർച്ച് സെൻറ്റർ മനേസറിൽ MSc ന്യൂറോ സയൻസ് പ്രോഗ്രാമുണ്ട്. ഈ എൻട്രൻസ് വഴി പ്രവേശനം കിട്ടുന്ന നിരവധി വളരെ പ്രശസ്തമായ സ്ഥാപനങ്ങളും അവിടെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ വിദേശത്തൊക്കെ പോയി PhD ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ സ്ഥാപനങ്ങളുടെയൊക്കെ വെബ്സൈറ്റുകളൊക്കെ എടുത്ത് നോക്കിയാൽ അവിടെ പഠിച്ചവരൊക്കെ PhD ചെയ്തിട്ട് പോസ്റ്റ് ഡോക്ക് ചെയ്യുന്നതൊക്കെ നമ്മൾ ലോക പ്രശസ്തമായ നിരവധി വിദേശത്തുള്ള യൂണിവേഴ്സിറ്റികളിലൊക്കെയാണ്. അതുപോലെ അവിടുന്ന് പഠിച്ചിട്ട് തിരിച്ച് ഇന്ത്യയിൽ വന്ന് സേവനം ചെയ്യുന്നവരുണ്ട്. ഇനി MSc കഴിഞ്ഞ് PhDക്ക് പുറത്ത് പോയി പഠിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ സ്ഥാപനങ്ങളിലേക്കൊക്കെ നിങ്ങൾക്ക് ഈ എൻട്രൻസ് വഴി പ്രവേശനം കിട്ടിക്കഴിഞ്ഞാൽ കരിയറിലേക്ക് വലിയ ഉയരങ്ങളിൽ എത്താൻ സാധിക്കുന്നതാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോമെഡിക്കൽ ജെനോമിക്സ് കല്യാണി, സെൻറ്റർ ഫോർ ഹ്യൂമൻ ജെനറ്റിക്സ് ബാംഗ്ലൂർ, സഹ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ് കൊൽക്കത്ത, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇമ്മ്യൂണോളജി ന്യൂഡൽഹി, ബോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊൽക്കത്ത, നാഷണൽ സെൻറ്റർ ഫോർ സെൽ സയൻസ് പൂനെ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെന്നൈയിൽ, പിന്നെ അശോക, ബിറ്റ്സ് പിലാനി, മണിപ്പാൽ പോലുള്ള സ്വകാര്യ സ്ഥാപനങ്ങളിലെ PhDക്കും PGക്കുമൊക്കെ ഇതിലെ എൻട്രൻസ് സ്കോർ നോക്കുന്നുണ്ട്. സെൻറ്റർ ഫോർ ഹ്യൂമൻ ജെനറ്റിക്സ് ബാംഗ്ലൂർ, ഞാൻ പറഞ്ഞല്ലോ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള 5 ഐസറുകൾ, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് ബാംഗ്ലൂർ, ഹൈദരാബാദ്, മുംബൈ ക്യാമ്പസിൽ, അഡ്വാൻസ് സെൻറ്റർ ഫോർ ട്രീറ്റ്മെൻറ്റ് റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ ക്യാൻസർ മുംബൈ, അവിടെയൊക്കെ PhDക്കും ചില സ്ഥലത്ത് PhD മാത്രമേ ഉള്ളൂ, ചില സ്ഥലത്ത് ഇൻ്റഗ്രേറ്റഡ്, അത് MSc PhD ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് സ്ഥാപനത്തിലേക്കാണോ പ്രവേശനം ആഗ്രഹിക്കുന്നത് ഇതിലേക്ക് ഇവരുടെയൊക്കെ വെബ്സൈറ്റ് വഴിയൊക്കെ പോയി നോക്കുക. ഈ എൻട്രൻസ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ പലപ്പോഴും പൊതുവെ മലയാളികൾ റിസർച്ച് എന്നൊക്കെ പറയുമ്പോൾ അവർ വേറെ പണിയൊന്നുമില്ല, അങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ ഒരു ധാരണയിലാണ്. നമ്മൾ ഉപയോഗിക്കുന്ന പല സാധനങ്ങൾ, ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഈ സംസാരിക്കുന്ന മൊബൈൽ ക്യാമറയൊക്കെ പോലും
ഈ വളരെ വർഷങ്ങൾ ഓരോ രംഗത്തും വളരെ സമർത്ഥര്. നമ്മൾ ഉപയോഗിക്കുന്ന നല്ല മരുന്നുകൾ, ചികിത്സാ രംഗത്തെ ഉപകരണങ്ങൾ, ടെക്നോളജിയൊക്കെ വളരെ വർഷങ്ങൾ ഗവേഷണ സ്ഥാപനങ്ങളിൽ ചിലവഴിച്ചിട്ടാണ് ഇതൊക്കെ വരുന്നത്. അല്ലാതെ നമ്മൾ വിചാരിക്കുമ്പോൾ ഡിഗ്രി കഴിഞ്ഞൊരു ജോലി, ഒരു ക്ലർക്കൽ പോസ്റ്റ് അല്ലെങ്കിൽ ഒരു ബാങ്ക് ജോലി. അപ്പം സയൻസിൽ റിസർച്ചൊക്കെ ആഗ്രഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഇന്ത്യയിലെ ഇത്രയും നല്ല സ്ഥാപനങ്ങളിലൊക്കെ എത്തിപ്പെടുകയും അവർ രാഷ്ട്രത്തിനും സമൂഹത്തിനും ഒരു വലിയ മുതൽക്കൂട്ടാകും. അപ്പം നിങ്ങൾ ഇതുപോലുള്ള എൻട്രൻസ് പരീക്ഷകൾ പല കോഴ്സുകൾക്ക് സ്റ്റൈഫൻഡ് കിട്ടും. ഈ എൻട്രൻസ് പരീക്ഷ എന്ന് പറഞ്ഞാൽ 2.5 മണിക്കൂറുള്ള ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എൻട്രൻസ് പരീക്ഷയാണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ സബ്ജക്റ്റുകളിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഡിസംബർ 14 ഈ വർഷത്തെ ഈ JG-BILS എൻട്രൻസ് നടക്കുന്നത്. ഒക്ടോബർ 19 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അപ്പം നമ്മൾ പലപ്പോഴും ഒരു BSc ഡിഗ്രീനെയൊക്കെ BSc ഡിഗ്രി എന്താണ്, പക്ഷേ വലിയ കരിയറിലേക്കുള്ള വലിയ രംഗത്തേക്കൊക്കെ ഇത് ചുവടുവെപ്പാവുന്ന ഒരു ഡിഗ്രിയാണ് ഈ BSc കെമിസ്ട്രിയും ഫിസിക്സും ബയോളജിയും ഒക്കെ. അപ്പം നല്ല നല്ല സ്ഥാപനങ്ങളിൽ മുന്നോട്ട് പഠിക്കാൻ നോക്കുക. ഇപ്പോൾ റിസർച്ച് ആഗ്രഹിക്കുന്ന കുട്ടികളെ പേരൻസ് ആണെങ്കിലും പ്രോത്സാഹിപ്പിക്കുക. കാരണം അത് ഇഷ്ടമുള്ളവർ അത് ചെയ്യട്ടെ. അപ്പോൾ ഈ JG-BILS എന്നുള്ള എൻട്രൻസ് നമ്മുടെ നാട്ടിലെ കോളേജിലൊക്കെ ഡിഗ്രിയൊക്കെ പഠിക്കുന്ന BSc ഒക്കെ പഠിക്കുന്ന കുട്ടികൾ എഴുതി നോക്കുക. ഇനി ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ഒക്കെ പഠിക്കുന്നവർ ഈ എൻട്രൻസിന് വേണ്ടി ഇപ്പോൾ തൊട്ട് തയ്യാറെടുത്ത് കഴിഞ്ഞാൽ അടുത്ത വർഷം നന്നായി എഴുതാൻ പറ്റും. താങ്ക് യു.